ഇപ്പോ നീ കത്തിച്ചാമ്പലാവാതിരിക്കണമെങ്കിൽ ഈ ആധാരപത്രങ്ങളിൽ ഒരു സൈൻ ചെയ്തു തന്നേക്ക്. നിനക്ക് പിന്നെ ഒന്നും സംഭവിക്കില്ല. ഇല്ല, ഞാൻ സൈൻ ചെയ്യില്ല. എനിക്കതിന് പറ്റില്ല. അതെന്താ? നിനക്കും ആ സ്വത്തിനും തമ്മിൽ എന്താ ബന്ധമുള്ളത്? പോട്ടെ, മുരളിയാണത് ചോദിച്ചതെങ്കിൽ ഒരർത്ഥമുണ്ട്. നീ എന്തിനാ ആ സ്വത്തിന്റെ പുറകെ പോകുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കൈയെഴുത്തിട്ട പ്രശ്നം തീരും. വേണ്ട അമ്മ, ദയവേത് ഞങ്ങളെ വെറുതെ വിട്ടേക്കമ്മ. ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. പിന്നെ ഒരിക്കലും ഞങ്ങൾ ഈ ഭാഗത്തേക്ക് പോലും വരില്ല. ഈ കുടുംബത്തിന്റെ അനന്തരാവകാശിയാ എന്റെ വയറ്റിൽ വളരുന്നത്. അതിനെ ഉപദ്രവിക്കരുതേ അമ്മ. ചേച്ചി, ഇവളോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിനക്കെന്താടി പറഞ്ഞാ മനസ്സിലാവില്ലേ? മര്യാദക്ക് ഒപ്പിട്ട് കൊടുക്കണേ. ഞാൻ സൈൻ ചെയ്യില്ല. പറഞ്ഞേ സൈൻ ചെയ്യില്ല. നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ഞാൻ സൈൻ ചെയ്യില്ല. അമ്മേ, അമ്മേ, ശബ്ദം ഉണ്ടാക്കരുത്. ബഹളം വെച്ച് ആളെ കൂട്ടാനുള്ള പരിപാടിയാണോ? ഇവളുടെ അമ്മ ഇവിടെ എത്തുന്നതിന് മുമ്പേ ഇവളുടെ കഥ കഴിച്ചേ പറ്റൂ. അതെ ചേച്ചി, എല്ലാം പെട്ടെന്ന് വേണം. അവസാനായിട്ട് ചോദിക്കുക, ഈ ആധാരത്തിലെല്ലാം സൈൻ ചെയ്തു തരാൻ പറ്റുമോ? എന്തു പറയുന്നു? ഇല്ല, ഞാൻ സൈൻ ചെയ്ത് തന്നാലും നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് ഉറപ്പാ. എന്റെ ജീവൻ പോയാലും ഞാൻ ഇതിൽ സൈൻ ചെയ്ത് തരില്ല. കേട്ടില്ലേ ചേച്ചി? ഇതുകൊണ്ടാ വിദ്യാഭ്യാസമുള്ള പെണ്ണ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഇവളിതൊക്കെ മനസ്സിലാക്കിയത്. അടിയാ, ഒന്ന് പെട്ടെന്ന് വേണം. പുറത്തുനിന്ന് എന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. നിറഗർഭിണിയായ ഒരു സ്ത്രീയെ ഒരു ദാക്ഷിണ്യമില്ലാതെ കൊല്ലാൻ ശ്രമിക്കുന്നല്ലോ. വിടില്ലടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളെ ആരെയും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. എന്റെ മുരളിയേട്ടനെ ചതിക്കുന്നവർ ആരാണെങ്കിലും അവരെ വെറുതെ വിടില്ല. എപ്പോഴും മുരളിയേട്ടന്റെ ഒപ്പം ഞാൻ ഉണ്ടാവും. മുരളിയേട്ടനെ നശിപ്പിക്കാൻ വിചാരിക്കുന്നവരെ പേരോടെ ഞാൻ നശിപ്പിക്കും. ഇത് സത്യമാണ്. ഞാൻ ചത്താലും തിരികെ വരും. നിങ്ങളെല്ലാം കൊല്ലും ഞാൻ. എത്ര ജന്മം എടുക്കേണ്ടി വന്നാലും ഞാൻ വിടില്ല. എടാ സുകുമാരാ, ചേച്ചി ഒഴിച്ചു കൊടുക്കടാ. ഒരുപാട് സംസാരിക്കുന്ന അവള് ചാകാൻ തുടങ്ങുമ്പോഴാ അവളുടെ ഒരു സത്യം. കുടിക്കാനല്ലേ പറഞ്ഞേ? സുകുമാര, ഇനി ഒരൊറ്റ നിമിഷേ വേണ്ടൂ. അവള് ചത്തുപൊക്കോളൂ. നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ പെരയ്ക്ക് തീ വെച്ച്. ഇനി അവളുടെ ശരീരം എങ്ങാനും മുഴുവനോടെ കിട്ടിയ പോസ്റ്റ്മോർട്ടം വേണമെന്ന് പറഞ്ഞ അത് വലിയ പ്രശ്നവും. വീട് കത്തിച്ചേക്ക്.
തീർത്തിട്ട് വന്നേക്ക്. അയ്യോ 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 എന്റെ വീടെല്ലാം കത്തിയിരിക്കുന്നേ. അയ്യോ മോളെ, ചിത്ര, മോളെ, മോളെ, ചിത്ര, മോളെ, എന്ത് പറ്റിയതാ ഇത്? അയ്യോ എന്റെ ഈശ്വരന്മാരെ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ, രക്ഷിക്കണേ. അയ്യോ കത്തിയെരിയുന്നേ. മോളെ, മോളെ ചിത്ര, എന്താ പറ്റിയേ മോളെ? ആരാ മോളെ വീടിന് തീ വെച്ചത്? എന്താ മോളെ ഇവിടെ നടന്നത്? അമ്മേ, അവര് ആ നീലാംബരിയുടെ ആൾക്കാരമ്മ. ആരാ മോളെ? അവരെന്നെ കൊണ്ട് വേഷം കഴിപ്പിച്ചു അമ്മേ. അയ്യോ അമ്മേ, അമ്മേ, ഞാൻ ചത്തുപോകും, ഞാൻ ചത്തുപോകും. അയ്യോ എന്റെ മോൾ അങ്ങനെയൊന്നും പറയാതെ ഒന്നും സംഭവിക്കില്ല. മോളെ ചിത്രേ, അമ്മേ, മോളെ, എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം അമ്മേ. കാണിച്ചു തരാം മോളെ, കാണിച്ചു തരാം. കാണ്, നോക്ക്, നിന്റെ കുഞ്ഞിനെ നോക്ക് മോളെ, നോക്ക്. അച്ഛനെ നോക്കിക്കോട്ടെ മക്കളെ. അമ്മ ഉറപ്പായിട്ട് വരും, നിന്നെ കാണാൻ വേണ്ടി വരും മക്കളെ. അമ്മേ, എന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞാല് അവരിതിനെ കൊല്ലാൻ ശ്രമിക്കും. അതുകൊണ്ട് ഇതിനെ അമ്മ എങ്ങോട്ടെങ്കിലും കൊണ്ടുവയ്ക്കും. കൊണ്ടുപോവാ മോളെ, കൊണ്ടുപോവാ. എത്രയും പെട്ടെന്ന് പൊയ്ക്കോ. ആരുടെയും കണ്ണിൽ പെടരുത്. അവരുള്ള ഈ നാട്ടിലേക്ക് പോലും വരരുത്. എന്റെ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് നോക്കിക്കോണേ അമ്മ. വിധി ഉറപ്പായിട്ടും എന്റെ കുഞ്ഞിനെ അതിന്റെ അച്ഛന്റെ അടുത്ത് കൊണ്ടുവന്ന് ചേർക്കും. എനിക്കത് വിശ്വാസം. അമ്മ പൊയ്ക്കോ ഇവിടുന്ന്. നീ വാ മോളെ, നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാം. അമ്മയോട് ക്ഷമിക്കും മക്കൾ, അമ്മയോട് ക്ഷമിക്കും. മോളെ ചിത്രേ, ചിത്രേ, മോളെ ചിത്രേ, ചിത്രേ, മോളെ ചിത്രേ,
അയ്യോ ചിത്രേ, എന്നെ വിട്ടിട്ട് പോയോടി മോളെ നീ. അയ്യോ എന്നെ വിട്ടിട്ട് പോയോടി നീ. ചിത്രേ. കുഞ്ഞ്. മോളെ ചിത്രേ. അയ്യോ സാറേ സാറേ എല്ലാം കത്തി ചാമ്പലായി സാറേ, എല്ലാം പോയി സാറേ. സാറേ എന്താണോ എന്തായി പറയുന്നേ? നിങ്ങളുടെ മരുമകൾ ചിത്രയുടെ വീട് മൊത്തം കത്തി ചാമ്പലായി സാറേ. എന്തായി പറയുന്നേ? മോനെ മുരളി, അയ്യോ എല്ലാരും ഓടി വന്നേ, എല്ലാരും വാ. അകത്താളുണ്ടെങ്കിൽ അവരെല്ലാരും ഇപ്പൊ കത്തി ചാമ്പലായിട്ടുണ്ടാകും. എന്താ മുരളി, ചിത്രയുടെ വീടിന് തീ പിടിച്ചു. ഒന്ന് ഓടി വാ മോനെ, വേഗം വാ, വേഗം വാ. വേഗം പോ. നീ അങ്ങോട്ട് പോണ്ട. മുരളി പോലെ നീ കാണുന്നില്ലേ, അവിടെ പോയടാ. എന്റെ മുരളി പോലെ നീയല്ല ഞാനായതിന് കാരണം. നീ പോകാന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്നെ പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. എങ്കിലും ഇവൾക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവില്ലായിരുന്നു മുരളി പോലെ. അയ്യോ ഞാനാ എന്റെ മരുമോളെ കൊന്നത്. എന്റെ മരുമോളെ ഞാൻ തന്നെ കൊന്നുകളഞ്ഞു. ചിത്രേ മോളെ, അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണ്ടായിരുന്നു. എന്റെ മോന്റെ കുടുംബത്തെ ഞാൻ തന്നെ കത്തിച്ച് ചാമ്പലാക്കിയല്ലോ. ഞാനിതെങ്ങനെ സഹിക്കും? അയ്യോ അയ്യോ, പൂർണ്ണ ഗർഭിണിയായിരുന്നല്ലോ നീ. നിനക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ ദൈവമേ. അയ്യോ എന്റെ മോനെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ പോയല്ലോ. ഞാനിതെങ്ങനെ സഹിക്കും? എന്റെ കുടുംബത്തിന് ഇനി ആരുണ്ട്? എന്ത് ചെയ്യാനാ, ഇതിപ്പോ എങ്ങനെ തീ പിടിച്ചെന്ന് ആർക്കറിയാം. എത്ര മുറിയെ കത്തിച്ചാമ്പലെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചോണം. ഹലോ സാർ, സ്പോട്ടിൽ നിന്ന് ആരെയും കിട്ടിയിട്ടില്ല. എല്ലാവരും കത്തിച്ചാമ്പലായെന്നാ തോന്നുന്നേ. പക്ഷെ അവസാനം കണ്ട റൂമിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു കത്ത് മാത്രം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് സാർ. അതുകൊണ്ട് ഇത് ആത്മഹത്യ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെ സാർ, കയ്യെഴുത്തിൻ്റെ പകർപ്പ് റെഫർ ചെയ്തു. അവരുടെ കയ്യക്ഷരം തന്നെയാണ് സാർ. അതെ സാറേ, ഫോറൻസിക്കിൻ്റെ ആളുകൾ എല്ലാ തെളിവുകളും കളക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സാറിന് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ സാർ.
സ്പോട്ടിൽ നിന്ന് ആരെയും കിട്ടിയിട്ടില്ല. എല്ലാവരും കത്തിച്ചാമ്പലായെന്നാ തോന്നുന്നേ. പക്ഷെ അവസാനം കണ്ട റൂമിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു കത്ത് മാത്രം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് സാർ. അതുകൊണ്ട് ഇത് ആത്മഹത്യ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെ സാർ, കയ്യെഴുത്തിൻ്റെ പകർപ്പ് റെഫർ ചെയ്തു. അവരുടെ കയ്യക്ഷരം തന്നെയാണ് സാർ. അതെ സാറേ, ഫോറൻസിക്കിൻ്റെ ആളുകൾ എല്ലാ തെളിവുകളും കളക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സാറിന് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ സാർ. ആ ലെറ്റർ ഇങ്ങ് തന്നിടൂ. ഇതാ സാറേ. ഓക്കെ. സോറി സാർ, മരണം സംഭവിച്ചതിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വീടും ചെക്ക് ചെയ്യേണ്ടി വന്നു. നിങ്ങളുടെ റൂമിലെ അവരുടെ അലമാരിയിൽ നിന്നാണ് ഈ കത്ത് ഞങ്ങൾക്ക് കിട്ടിയത്. ഫോറൻസിക് റിപ്പോർട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മറ്റ് ഡീറ്റെയിലൊക്കെ ഞാൻ അറിയിക്കാം. ഞാൻ ഇന്നലെ വന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ദൈവമേ, എൻ്റെ മുരളിയേട്ടന് എന്നും ഞാൻ സ്നേഹിച്ചത് എൻ്റെ മുരളിയേട്ടനെ മാത്രമാണ്. പക്ഷെ മുരളിയേട്ടൻ്റെ സ്നേഹത്തിന് അർഹതയില്ലാത്തവളാണ് ഞാൻ. മുരളിയേട്ടനെ സന്തോഷിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല. അതൊരു കുറ്റബോധമായി എന്നെ കൊല്ലുന്നു. ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും മുരളിയേട്ടൻ എന്നെ ദേഷ്യപ്പെട്ട ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അമ്മയുടെ സ്നേഹം ഞാനത് മനസ്സിലാക്കിയില്ല. മുരളിയേട്ടൻ്റെ ജീവിതത്തിൽ ഒരു ദുസ്വപ്നമായി കരുതി എന്നെ മറന്നേക്ക്. മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കും. ഞാൻ ചെയ്ത പാപമാണ് നമ്മുടെ കുഞ്ഞിനെയും ചേർത്ത് കൊന്നത്. അതുമാത്രമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. മുരളിയേട്ടനെ വിട്ട് ഇനി ഒരിക്കലും വരാത്തിടത്തേക്ക് ഞാൻ യാത്രയാവുകയാണ്. കൂടെ നമ്മുടെ കുഞ്ഞിനെയും ഞാൻ കൊണ്ടുപോവാണ് മുരളിയേട്ട. എന്നോട് ക്ഷമിക്കണം മുരളിയേട്ട. പിരിയാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, വേറെ വഴിയില്ലാഞ്ഞിട്ടാ മുരളിയേട്ട. കരയല്ലേ മോനെ. കരയല്ലേ മോനെ. എന്നെങ്കിലും സ്നേഹിച്ചിട്ട് നീ എന്തിനാ എന്നെ വിട്ടു പോയത്? മുരളി മോനെ, കരയല്ലേ. എന്തിനാ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് ചിത്രേ? ഞാനിനി എന്ത് ചെയ്യും? ഞാനിനി എന്ത് ചെയ്യും? ചിത്ര, ചിത്രയുടെ അമ്മ എവിടെ? കാണുന്നില്ലല്ലോ. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ചേച്ചി. അവിടുന്ന് പേടിച്ചോടിയതായിരിക്കും. സൂക്ഷിക്കണം. മുരളിക്ക് ഒരു കാരണവശാലും സംശയം ഉണ്ടാവാൻ പാടില്ല. ഇല്ലില്ല, അതിനുള്ള എല്ലാ വഴികളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നാളെ ഒരു അനാഥ ശവത്തെ കുഴിച്ചിടാൻ പോകുന്നുണ്ട്. ഏകദേശം മീനാക്ഷിയുടെ പ്രായവും ശരീരവും സാദൃശ്യവും അങ്ങനെ എല്ലാം ഒത്തിരി ശവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ശവം മറവ് ചെയ്തതിനു ശേഷം അവിടെ മുരളീകൃഷ്ണനെയും കൂടെ കൊണ്ടുപോയി മരിച്ചത് ചിത്രയുടെ അമ്മയാണെന്ന് വരുത്തിവെച്ച് ഇതാണ് അവരെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുരളീകൃഷ്ണനെ നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാം. അവര് മിസ്സിംഗ് ആണെന്ന് പോലീസിൽ ഒരു കംപ്ലൈന്റും കൂടെ കൊടുത്തേക്കാൻ ചേച്ചി. ഒരുപക്ഷെ ബോഡി വീണ്ടും പുറത്തെടുക്കുകയാണെങ്കിൽ കൂടി തിരിച്ചറിയാനേ പറ്റില്ല. ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ശരീരപ്രകൃതിയായ രണ്ടുപേർക്കും.